ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ രാവിലെ തൊട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം രാവിലെ വെള്ളം രാവിലെ അങ്ങ് തിളപ്പിച്ച് വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വെള്ളം തിളപ്പിച്ച കേട്ടോ, പക്ഷേ നിരമ്പിയില്ല. അപ്പോൾ രാവിലെ പിള്ളേർക്കും സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം വെള്ളം അങ്ങ് തിളപ്പിച്ച് വെച്ചു. പിന്നെ ചായ ഇടാനൊക്കെ എല്ലാം ഒഴിച്ചെല്ലാം ചരുവത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ്, ഇന്നലെ ചോറ് നിരമ്പിയില്ല. അപ്പോൾ അത് കാരണം രാവിലെ വേറെ നമ്മുടെ ഈ ബിരിയാണി അരി ഉണ്ടല്ലോ, ബിരിയാണി അരി വെച്ച് ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ചോറെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു റെസിപ്പിയാണ്, ഒരു പരീക്ഷണ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം തിളയ്ക്കാൻ വെച്ചു, അരി ഇട്ടു. ഞാൻ ഇന്നലെ അപ്പത്തിന് മാവാട്ടി വെച്ചിരുന്നു. അപ്പത്തിൻ്റെ മാവെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ. നമ്മൾ ഈ അപ്പത്തിനൊക്കെ ആട്ടുമ്പോൾ ഒത്തിരി തേങ്ങ ഒക്കെ അരച്ച് ചേർക്കണം, എന്നാലേ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ അത്രയൊന്നും തേങ്ങ ഇട്ടില്ല കേട്ടോ, കുറച്ച് തേങ്ങ തിരുമ്മി അതങ്ങ് ഇട്ടു. കൊച്ചുള്ളിയൊക്കെ അരച്ച് അതിനകത്ത് ചേർത്തു. അപ്പോൾ രാവിലെ എന്നാൽ അപ്പം അങ്ങ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാവ് ഞാൻ ഈ സോഡാപ്പൊടി ഉപ്പ് ഇടുന്നതിന് മുമ്പ് കുറച്ച് മാവ് ഞാൻ എടുത്തങ്ങ് മാറ്റിയിട്ട് ബാക്കി മാവിനകത്തോട്ട് സോഡാപ്പൊടി ഉപ്പും കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അത് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്കും ആ സോഡാപ്പൊടിയൊക്കെ സെറ്റായിട്ട് വരുമല്ലോ എന്ന് കരുതി. അപ്പോൾ അതങ്ങനെ അടച്ചു വെച്ചു. അപ്പം നമ്മുടെ അരി തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് സ്റ്റൗവിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഒരടുപ്പിന് ചെറിയ തീയേ ഉള്ളൂ, ഒരടുപ്പിന് ഒരുവിധം നല്ല രീതിയിലുള്ള തീയുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ വെച്ച് മാറ്റാൻ പറ്റില്ല. അപ്പം വലിയ അടുപ്പിലോട്ട് വെച്ച് തിള വന്നപ്പോഴത്തേക്ക് ഞാനത് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ചായ ഇടാമെന്ന് കരുതി. അപ്പം ഒരു 6 മണിയൊക്കെ ആയി. അപ്പം ചായ ഇടാൻ വേണ്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മോന് 2-3 ദിവസം കൊണ്ട് പനിയായിരുന്നു. അപ്പം എന്തായാലും പനിയൊക്കെ കുറഞ്ഞ് അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകാമെന്നും കരുതി. അപ്പം മോനും ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്, 10ാം ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ റിവിഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോറ് നിരമ്പാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചോറ് വെച്ചെന്ന്, അത് അവന് വലിയ താല്പര്യമില്ല. കാരണം മോന് ഇഷ്ടമൊക്കെ ആയിരുന്നു ഇത് നേരത്തെ. പക്ഷേ അതിൻ്റെ ഇപ്പം പനി വന്നതുകൊണ്ട് മിക്ക ഫുഡിൻ്റെ കൂടെയും താല്പര്യമില്ല. പനിയൊക്കെ മാറിക്കഴിയുമ്പം ശരിയാകുമായിരിക്കും. വായിക്കൊക്കെ ഒരു കയ്പും പനിയുടേതായൊരു പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരുമല്ലോ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റാകുമായിരിക്കും. ചായക്ക് ഞാൻ പൊതുവേ മധുരം കുറച്ചാണ് ചായ ഇടുന്നത്. എന്നിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് മധുരമാണ് വേണ്ടത്. അപ്പം ഞാൻ സെപ്പറേറ്റ് ഓരോ ഗ്ലാസ്സിൽ മധുരം വേണ്ടവർക്ക് മധുരം പ്രത്യേകം ഇട്ട് കൊടുക്കും. മധുരം വേണ്ട താല്പര്യക്കുറവുള്ളവർക്ക് കുറച്ച് മധുരം, പൊതുവെ കുറച്ച് മധുരം മതി. മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് മധുരം കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മധുരം വേണമെന്നൊക്കെ ഉള്ളു. അപ്പോൾ അതനുസരിച്ച് മധുരം പ്രത്യേകം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി സെപ്പറേറ്റ് ഓരോ ഗ്ലാസ്സുകൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഗ്ലാസ്സുകൾ വെച്ചേക്കും. എനിക്ക് ഈ ഗ്ലാസ്സിൽ മതി, എനിക്ക് ഇന്ന ഗ്ലാസ്സിൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഗ്ലാസ്സിലൊക്കെയാണ് ഞാൻ ഒഴിച്ച് ഓരോരുത്തർക്കായിട്ട് മൂടി അവിടെ വെച്ചേക്കും. ചൂടോടെ കുടിക്കേണ്ടവർ അങ്ങനെയും കുടിക്കും, അല്ലാത്തവർക്കവിടെ മൂടി വെച്ചേക്കും. മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചൂടാറിയതൊക്കെ മതി, അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മോളാണെങ്കിൽ ചായയെ കുടിക്കത്തില്ല, രാവിലെ താല്പര്യമില്ല ചായക്ക്. പിന്നെ വൈകുന്നേരം വന്ന് 1/2 ഗ്ലാസ് ചായയും കാണാൻ കുടിച്ച് ചായക്കകത്ത് വലിയ താല്പര്യമില്ല. അത് കാരണം മോൾക്ക് എടുത്തിട്ടില്ല. പിന്നെ മോന് ചായ താല്പര്യമാണ്. ചായ കുടിച്ചില്ലെങ്കിൽ മോന് തലവേദനയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് മോന് രാവിലെയും വൈകിട്ടും ചായ എടുത്ത് മൂടി വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് വിട്ടുപോയി അല്ലേ. അപ്പം ചട്ടി അടുപ്പേ വെച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതും ഒന്ന് മൂപ്പിച്ച് അതിന് ശേഷം സവാള വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് സവാള വഴറ്റി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ വഴറ്റി വരട്ടെന്ന് കരുതി അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് കൊത്തിപ്പൊടിച്ച് അതും ഇട്ട്, കുറച്ച് അച്ചിങ്ങാപ്പയർ അതും അരിഞ്ഞിട്ട് ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ച്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിനകത്തോട്ട് ഓയിലൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ച് അതിനകത്തോട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചൊന്ന് ചിക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ പലമാതിരി ജോലിക്ക് ഓടുമ്പോഴത്തേക്കിന്
ഇതൊക്കെ മൂത്ത് വല്ലാതായി പോകുന്നുണ്ട്. അപ്പം പിന്നെ മുട്ട ചിക്കിയതും കൂടെ അപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്, അതായത് വെജിറ്റബിൾസൊക്കെ അതിനകത്തോട്ട് മുട്ട ചിക്കിയതും ആഡ് ചെയ്ത് അതിനകത്തോട്ട് തന്നെ നമ്മുടെ ഈ റൈസ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് ഹാഫ് വേവിലാണ് ഞാൻ ഊറ്റി വെച്ചത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി. നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഈ സവാള വഴറ്റുമ്പോൾ തന്നെ കൂട്ടത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഗരം മസാല, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് ഇതെല്ലാം കൂടെ മുട്ടയും ഊറ്റി വെച്ച ചോറും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പം കുറച്ചും കൂടെ പാകത്തിന് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും കേട്ടോ ചോറ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പം നമ്മുടെ ചോറ് അങ്ങ് സെറ്റാകും. പിന്നെ പിന്നെ കാണിക്കുന്നത് ഉച്ചക്കലത്തെ കുറച്ച് വിഭവമാണ്. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇച്ചിരി തോരൻ വെക്കുന്നത്. തോരനാണെങ്കിൽ ക്യാരറ്റും ക്യാബേജും അച്ചിങ്ങാപ്പയറും കൂടെ ഒക്കെ ഇട്ടൊരു തോരനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഞാനിപ്പോൾ അരച്ചതാണ് ഞാൻ കാണിച്ചത്. തേങ്ങാപ്പീരയ്ക്കകത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടേ അരച്ചുള്ളൂ. ഞാൻ കൊഞ്ച് വൃത്തിയാക്കി, ഇന്നലെ തന്നെ കൊഞ്ച് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരുന്നു. അതിനകത്ത് കുറച്ച് കൊഞ്ചെടുത്ത് ഇന്നലെ വറുത്തായിരുന്നു, ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ അത് ഇച്ചിരി പച്ചയ്ക്ക് കറി വെക്കത്തില്ലേ, പച്ചയ്ക്ക് മുളകും മല്ലി അനത്താതെ കറി വെക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പേ വെക്കുക. അടുപ്പേ വെച്ചിട്ട് അതിനകത്തോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ നമ്മുടെ കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു, അത് ഇന്നലെ എല്ലാം ഞാൻ വെട്ടി വെച്ചത് കൊണ്ട് ആ ജോലി നമുക്ക് ഒഴിഞ്ഞ് കിട്ടി. അപ്പോൾ അതെടുക്കുക. അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കറി തിളച്ചെല്ലാം വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റണം. ആ സമയം കൊണ്ട് ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് പിന്നെ ഓയിലൊഴിച്ച് ഉലുവായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും ഇട്ട് സവാളയല്ല കൊച്ചുള്ളി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ കറിക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ താളിച്ചിടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറ്റി വരണം. വറ്റി വരുമ്പോൾ നമ്മുടെ കൊഞ്ച് മുളക് കറി ആയിക്കഴിയും. പിന്നെ മീൻ പൊരിക്കാൻ വെക്കുക. ആ ചട്ടിക്കകത്ത് തന്നെ, ആ ഉലുവ താളിച്ച ചട്ടിക്കകത്ത് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് ഞാൻ മീനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. 2 തവണയായിട്ടാണ് മീൻ പൊരിക്കുന്നത്. കാരണം ഈ കുഴിഞ്ഞിരിക്കുന്നത് കൊണ്ടേ നമുക്ക് ഈ ഓയിലുള്ള പാത്രത്തിലേ മീൻ ഇടാനൊക്കത്തുള്ളൂ. അപ്പം ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് നിരത്തി അങ്ങോട്ട് വെക്കാം. ഇത് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് പൊരിച്ച് മാറ്റിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ ഷിഫ്റ്റും കൂടെ ഇട്ടത്. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കലും ആയിട്ടുണ്ട്. നമ്മൾ നെല്ലിക്ക ഞാൻ പറഞ്ഞില്ലായിരുന്നു. നെല്ലിക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പിലിടാൻ വേണ്ടി എല്ലാം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതേ കറിയൊക്കെ ആയതൊന്ന് കാണിച്ചു തരാം. കൊഞ്ച് കറി ആയിട്ടുണ്ട്. അതിപ്പം ഒരുവിധമൊക്കെ എടുത്ത് തീർന്നിന് ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് കടുക് താളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ചവിടെ വെച്ചിട്ട് നെല്ലിക്കായും അരിഞ്ഞിട്ട് പച്ചമുളകും ഇട്ട് സെറ്റാക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.